എന്നാ എന്നാന്ന് പറഞ്ഞു? ആര് പറഞ്ഞു? പറഞ്ഞോ? ഓ ഒരു നാരായണി വരട്ടെ. ചോറെടുക്കാൻ പോവായിരുന്നു അവള്. ഞാൻ പോവാണേ ജോലിക്ക്. കുട്ടിക്കാനല്ലേ കാരപ്പള്ളിയാ. പോവാ, സമയം പോയി. നീ ഒന്ന് എനിക്ക് നേരമല്ലേ നിൽക്കാൻ. ഞാൻ പോവാ. ഇന്ന് രാവിലെ വെയിലാണല്ലോ, കുറച്ച് കഴിയുമ്പോൾ മൂടി കിട്ടും. ഏഴ് 30 ഇപ്പോൾ കൊച്ച് സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അവരുടെ സ്കൂൾ ബസ് റെഡി ആയിട്ടൊന്നുമില്ല. പിന്നെ പകരം ഒരു ട്രാവലറാണ് വിട്ടേക്കുന്നത് പിള്ളേർക്ക്. കാരണം അത്രയും ദിവസം പിള്ളേർ വീട്ടിലിരിക്കാമെന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ലാത്തത് കൊണ്ട് അവർ ഇപ്പം പകരം ഒരു ട്രാവലർ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശാംഭവി ഇന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ പോയപ്പോഴേക്കും ഉണ്ടല്ലോ സിംബ ഭയങ്കര കൊര. ആരും വന്നാലും കുരയ്ക്കും, പോയാലും കുരയ്ക്കും. ഞാനും പോകാൻ ഓർത്തിട്ടാണോ? ഞാനുണ്ട് ഇവിടെ. നീ കൊള്ളലോടാ, കറിവേപ്പില മാത്രം അവിടെ മാറ്റിയിട്ടിട്ട് അവൻ ബാക്കിയെല്ലാം കഴിച്ചു കേട്ടോ. നീ പിള്ളേർക്ക് കുടിക്കുവാണോ? ആണോ? അവനോട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേരും ചേട്ടായും, പിള്ളേർ സ്കൂളിൽ പോയി, ചേട്ടാ ജോലിക്ക് പോയി. ഇനി എൻ്റെ അംഗമാണ്. ഇവിടെ കുറേ വൃത്തിയാക്കാനും പരിപാടിയൊക്കെ ഉണ്ട്. കുറേ നാളുകൂടി ഇങ്ങനെ തനിച്ചാവുന്നത്. ഇനി ഇവിടെയൊക്കെ ഇതുണ്ടല്ലോ കിടക്കുന്നത്, ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ടെന്താ, എന്നിട്ടൊന്നുമില്ല. അവരുടെ അടുത്തും പോകാനൊന്നുമില്ല, അവരുടെ അടുത്ത് പോകുന്നുമില്ല. ഇനി വീട്ടിലൊക്കെ ഇരിക്കുന്നത് തന്നെ വേഗം. താഴെങ്ങാണ്ട് ഒരു ഏണി ഇരിപ്പുണ്ടെന്ന്. അത് ആക്രിക്കടയിലേ അതാരും എടുത്തോണ്ട്, അല്ല അതെടുത്തോണ്ട് വന്നില്ലേ, കണ്ടു കഴിഞ്ഞാലും ചോദിക്കുകയല്ലേ. പക്ഷെ പൈസ കൊടുത്തിട്ടേക്കുന്ന എടുത്തോണ്ട് വരാൻ പറ്റുമെങ്കിൽ എടുത്തോണ്ടോ, അല്ലെ താഴെ സൈഡിലങ്ങനെ വെക്കാൻ പറഞ്ഞ് വിളിച്ചു. ചേട്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു പരിപാടി പണി നമുക്ക് തരാറുണ്ട്. ഇനിയിപ്പോൾ താഴെ പോയി കയറി വന്ന കുറച്ച് പിന്നെ ശാമ്പ വിളിക്കാൻ താഴെ പോകണം, കയറി വരണം. ചില സമയം എനിക്ക് നല്ല ദേഷ്യം വരും. ശാമ്പുവിൽ പോയോ നോക്കട്ടെ. അയ്യോ അവള് പോയി കേട്ടോ. ബസ് നേരത്തെ വന്നു. 7:45 7:40 കഴിഞ്ഞുള്ളൂ. കൊച്ചു പോയി. അവളെ കാണാമല്ലോ എന്നോർത്താ ഓടി വന്നേ. ചേടാ അവളുടെ പുതിയ വണ്ടി ഏതാണെന്നും അറിയാലോ എന്നോർത്ത് വന്ന. ഈ ഏണിയാണോ അവിടെ എടുക്കാൻ പറഞ്ഞേ? വെയിറ്റ് ഉണ്ടോ? 7 കിലോ. അമ്മ കൊണ്ടുപോവാ. ഓക്കെ, ഈ ഏണി എനിക്ക് എടുക്കാൻ പറ്റും. നോക്കട്ടെ.
എന്തോന്നു അങ്ങനെ ഏണി എടുത്തോണ്ട് വന്നു. 7 കിലോയാന്നാ പറഞ്ഞത്. 7 കിലോ സാധനമൊക്കെ എടുത്തോണ്ട് ഉണ്ടായിടാ. ആഹാ അത് കേട്ടോ, നമുക്കില്ലാത്തൊരു സാധനം വരുന്നത്. പിന്നെ ഓരോരുത്തോടെ പോയി മേടിക്കുമ്പോഴേ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അടുത്തുനിന്നൊക്കെ അല്ല, അങ്ങനെയാണല്ലോ എല്ലാവരും, അങ്ങനെ തന്നെ. ആരെയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു സംഭവം ഇങ്ങനെ വേണം എന്നുള്ള ഞാൻ പറഞ്ഞു. നമുക്കൊരെണ്ണം മേടിക്കണം. അത് പാക്കറിക്കടയിലാണല്ലോ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടതൊക്കെ വരാറ്. അയ്യോ, എൻ്റെ തോളൊടിഞ്ഞു. ഈ തോളയിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല സുഖം. അയ്യോ അപ്പാ. ബസ്സാലെന്നെ ഭയങ്കര ഇടിയാണ്. അവിടെ നിന്ന് കയറാൻ പറ്റത്തില്ല. കായൽപ്പള്ളി പുതിയൊരു സൈറ്റ് തുടങ്ങുന്നത് ചെറിയ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാം. വണ്ടിക്കോട് വന്നാൽ മതി. ഉണ്ടാകും. ഇതാണ് ഹോസ്റ്റല്.
തന്നെ ഒരു സുഖമില്ല. ഇരുന്നിരുന്ന് മടുത്ത്. എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ടി വി കാണുന്ന എല്ലാത്തിനും ഒരു പരിധിയില്ലേ. ആ കോഴി ഇറങ്ങി. പക്ഷെ എൻ്റെ പൊന്നോ, അവനെന്തേ? ബാ കോഴി വരുന്ന നീ കണ്ടോ? കണ്ടോന്നാ? രണ്ട് കുര കുറച്ചാലല്ലേ അവൾ ഓടുകയുള്ളൂ. ആ പോ, നീ പോ. പോട്ടെ, കുറച്ച് നേരം ഇന്ന് ടി വി കാണണ്ടേ. ഉറക്കം വരുന്നുണ്ടെന്നാ ഉറങ്ങിയാലോ. ടി വി കാണണം. ആ തുണി മടക്കാനുണ്ട്, അപ്പം അത് ചെയ്യാം. പുതിയ സൈറ്റായിരുന്നു, കുറച്ച് പരിപാടികളുണ്ടായിരുന്നു കഴിഞ്ഞ്. അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്താൽ വലിയ സ്ക്രൂ കയറ്റാനുള്ള സെറ്റ് ചെയ്ത് നല്ല വീഡിയോ. പക്ഷെ ഡിസൈൻ പോരാ അല്ലേ? അത് മേടിച്ചിട്ട് വേണം പൊളിച്ചിട്ട് നാളെ പണിയായിരുന്നു. ഞാൻ രാവിലെ ബസ് വന്നു ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നോക്കാം കയ്യാണ് അത് പോയില്ല. മറ്റേ ആ അമ്മമാരുടെ ഡോറേന്ന് പറ്റിയതാ, ഗ്രീസോ എന്തോ സാധനമൊക്കെ. ഞാൻ പിന്നെ അവിടെ കടയിൽ കയറി അവനറിയാതായിരുന്നു. വീണ്ടും ഇവിടെ തിരിച്ചെത്തി. കോഴിയാണ് അകത്ത് കയറ്റാന്ന് ഓർത്ത് ഞാൻ കുറേ ഗോതമ്പെല്ലാം എടുത്തുകൊണ്ട് പോയി. കാരണം അതേ അടുക്കള കിടന്ന് ഭയങ്കര ശല്യം. ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇതിലേ കൂടെയാണ് ഇത് കയറുന്നതെന്നാണ്. ഇതിലേ കൂടെ അങ്ങോട്ടൊക്കെ കയറുന്നുണ്ട് കണ്ടോ. അവനോട് അവനെ നെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്തു, ഗോതമ്പ് എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുവന്നിട്ട് അകത്തോട്ടിടാവെന്ന് വെച്ചപ്പം എല്ലാം കൂടെ എൻ്റെ കൈ തട്ടി വെളിയിൽ തന്നെ വീണ്. അത് ഒരു അന്തസ്സായിട്ട് വെളിയിൽ നിന്ന് കഴിച്ചിട്ട് അവരിപ്പോരും. ഒറ്റ കീറ് തരും കേട്ടോ ഈ വഴിയെങ്ങാനും വന്നു കഴിഞ്ഞാൽ. ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഇത്രയൊന്നും വെച്ചോണ്ടാ ഈ മനുഷ്യർ ഓടി. എപ്പോഴും നമുക്കവിടെ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല. അടുക്കള അന്നേരം വച്ച് കേൾക്കും, ഓടി വരും. ഇതൊരു കഷ്ടമെന്നല്ല ഈ ചിലപ്പോൾ. നല്ല കാറ്റ്, നല്ല കാറ്റ്. അവിടുത്തെ സ്കൂളിൽ നാരായണൻ്റെ ഒക്കെ പഴയ സ്കൂളിൻ്റെ സൗണ്ടാണ് ഇപ്പോഴും കേൾക്കുന്നത്. പിള്ളേരുടെ സൗണ്ട്, ബഹളം, ഇൻട്രോലായിരിക്കും. അത് വിടാറായോ? സമയത്രയും നോക്കട്ടെ. 2:20 ആയതുള്ളൂ. ശാംഭവി ഇന്ന് നേരത്തെ വരും. കാരണം
എല്ലാ സ്ഥലത്തും പോയി പിള്ളേരെ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇവിടുന്നും പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്കും എന്നും പോകേണ്ട സമയം എന്തോന്ന് ഇവിടെ എലിയല്ലേ അത്? അണ്ണാൻ. ഓ, അണ്ണാനാണ് ഇവിടെ കിടന്നോണ്ട് അലമ്പുണ്ടായിക്കൊണ്ടിരുന്നേ. നോക്ക്, ഇതിൻ്റെ മണ്ട കിടന്നോണ്ട്. അപ്പം അതുകൊണ്ട് അവൾ രാവിലെ കറക്റ്റ് സമയത്ത് പോകണം, വൈകുന്നേരം നേരത്തെ വരുമെന്ന് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞപ്പം നമ്മൾ ഒരുങ്ങിയിരിക്കണം. എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളുടെ എല്ലാ ദിവസവും എടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അറിയാത്തല്ലേ? ആ, ചെറിയ വ്യത്യാസമുണ്ട്. രാജവീരശു വിളിച്ചുമില്ല. അവൾ എപ്പോഴാണ് വരുന്നതെന്ന് ആൻറ്റി വിളിച്ചുമില്ല. ആഹാ, ഞാൻ ഇറങ്ങുക. അതാ ചേച്ചി, ഇപ്പം ഇത്ര ആയില്ലേ? ഇനിയിപ്പോൾ എന്നാ സമയമുണ്ട്? അത് 6. എന്നാ ഉണ്ട് ശ്യാമളമ്മ വിശേഷം? ഞാൻ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. കൊച്ചിപ്പം മോനല്ല, മോളെ. ആ, നമ്മൾക്ക് മോനാണെങ്കിൽ എനിക്ക് മോളാണ്. പിന്നെ പാർത്തോളായെന്ന് പറഞ്ഞു. പക്ഷേ മറ്റേ ബസ്സായിട്ട് താമസിച്ച് തന്നെയാണ് വരുന്നത്. ഇപ്പം 5:45 എല്ലാ പിള്ളേരും എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ചില കാളകെട്ടിലോട്ടൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ സമയം പിന്നെ അത് തന്നെയാണ്. എനിക്കൊന്ന് പോകുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഇതിലേക്കാണോ ഒന്ന്? ആ ആ, പതിയെ ഇറങ്ങിക്കോ. ആ, നമുക്ക് വിട്ടോ. ഓക്കെ. ആ, അതിൽ പോകുക. വാ സുന്ദരേ. ആര് പോയി? ഇതാണോ നിങ്ങളുടെ പുതിയ വണ്ടി? മതിയാ, ഞാൻ ഇടിക്കും. നിങ്ങളുടെ മറ്റേ ട്രാവലറുടെ ബാത്റൂമും ഉണ്ടോ? മതി, കയറിക്കോ. കയറിക്കോ. ഫ്ലഷ് അടിച്ചോ? രമേ വന്നോ? നന്നായല്ലോ. ഞാൻ അദ്വൈതം കൊണ്ടുപോയോ? അദ്വൈതോ? ആ, അദ്വൈതം കൊണ്ടുപോയോ എൻ്റെ കൊച്ചിനെ ബാത്റൂമില്ലേ? ഇടിക്കട്ടോ. ഞാൻ അമ്മ ഇപ്പുറത്തുനിന്ന് വരുന്നത് നോക്കിയിരിക്കുക. കുഞ്ഞ് അപ്പുറത്തുനിന്ന് ഞാൻ കണ്ടില്ല. എന്തോ ഉണ്ട് കള്ളിപ്പണ. സ്നാക്സ് കഴിച്ചോ? ആണോ? ജസീന്ത ഉണ്ടായിരുന്നോ? മരിയ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവനികയോ ഉണ്ടായിരുന്നു? എന്നാ പഠിച്ചതെന്ന്?
എന്നാ പഠിച്ചേ? കഴിച്ച മാത്രമേ ഉള്ളൂ, പഠിച്ചൊന്നുമില്ലേ? അപ്പം ട്രാവലർ ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു ട്രാവലറിന്റെ കളറ്? ആ, അപ്പൊ അമ്മ പറഞ്ഞില്ലേ ഇന്ന് പോയിട്ട് വരുമ്പോ അമ്മയോട് പറയണോന്ന് കളർ എന്താന്ന്. ഓക്കോ, ബാ 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 ബാ. നമ്മുടെ വീടോ? അല്ല, ഇതല്ല നമ്മുടെ വീട്. നല്ല വെയില. അത് മുണ്ടക്കയം ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. ഇതൊക്കെ മുണ്ടക്കയമാണ് മോനെ, മുണ്ടക്കയം. നമ്മൾ മുണ്ടക്കയം കരുതേ പുറകോട്ട് പോന്നു. ഇന്നോ? എന്താ നാളെ? വാടാ. ക്ലാസ് ഒന്നുമില്ല, നല്ല കാറ്റ്. നാളെയാടാ ക്ലാസ്. എക്സാമോ? ഓ, പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ആണോ? ആണോ? ഇന്നൊത്തിരി പഠിപ്പിച്ചോ മോന്? ഇഷ്ടപ്പെട്ടോ? ചോറിനുണ്ടായിരുന്നു കറി? ബീൻസ്. പിന്നെ സാമ്പാർ. പിന്നെ സ്നാക്സ് വല്ലതും തന്നോ? പഴം തന്നോ? ഇവന്നേ എനിക്ക് ഇനി ഇറങ്ങാൻ വയ്യ. പോ. പഴം തന്നോ കുഞ്ഞിന്? ഇല്ല. അങ്ങോട്ട് പോകണോ? ഇടിക്കും ഞാൻ. ആമ എന്നാ കഴിക്കാൻ? ചോറുണ്ട് ഉച്ചക്ക്. ഏത് കൂട്ടുകാരിയാ? ഏത് കൂട്ടുകാരിയാന്നും കൂടെ പറ. കുറേ കൂട്ടുകാരുണ്ട്, ഇതിലേതാ? അമ്മയ്ക്ക് കുറെ അനിയത്തിമാരുണ്ട്. ഏതാ? ഏതാ മോനെ? നമ്മുടെ അയൽക്കൂട്ടത്തിലെ ഫ്രണ്ട് ബിനു സിജി, ബിനു ചേച്ചി. ഇതേണ്ട നമ്മുടെ ഇരിപ്പ് കിടക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കാം. ഇത് ഓ, ഒന്നുമില്ല, 2 ചെരുപ്പിട്ടോണ്ട് വീട്ടിൽ നിന്ന് വന്നത്. അതാ ഇത് കണ്ടോ, 2 സൈസ് ചെരുപ്പിട്ടോണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് വന്നേ. ബാ നോക്ക്. ഞാൻ പിന്നെ അത്രയ്ക്ക് ബോധമേ ഉള്ളൂ എന്ന് ഓർക്കണം എനിക്ക്. ബാ. ആ, കഴിച്ചു. പുട്ടും കടലയും കഴിച്ചെന്ന് കുറച്ച് മുമ്പ് ബിന്ദു ചേച്ചിയോട് പറഞ്ഞു. ഉച്ചയ്ക്ക് മീൻകറി ഉണ്ടായിരുന്നു, മോര്, ചോറും മോര് കാച്ചും ഉണ്ടായിരുന്നു. ചോറുണ്ട്. രാവിലെ പുട്ടും കടല അല്ലേ? ഇപ്പൊ അതിന്റെ 2 സൈസ് ചെരുപ്പുണ്ടോ? അമ്മയ്ക്ക് ബില്ലുണ്ട്. ഓക്കെ, മോളും ബില്ലുണ്ട്. എവിടെ പോയി? ഇത് മരക്കാറുടെ സ്ഥലമാണ്. ഇതൊക്കെ മരക്കാറുടെ സ്ഥലമാണ്. ഇതൊക്കെ അവൾക്കിപ്പം അവളുടെ ബസ്സിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല, ഗ്രീൻ വേണമെന്ന്. ഗ്രീൻ ട്രാവലർ എന്ന് പറയുമ്പം നന്ദുക്കൊച്ചൻ്റെ ഗ്രീൻ കളർ അതാണ്. ചവനോട് എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വേണ്ടി വന്ന് ഓടാൻ? ജയൻ ചേട്ടൻ ഉദ്ദേശിച്ചത് നിൻ്റെ വല്യച്ഛനുണ്ട്. കേറിക്കേ. രായപ്പൻ ജോലിക്ക് പോയി. ബാ കേറ്. എന്താടാ? അവള് കഴിച്ചു. അവൾക്ക് രാവിലെ അപ്പം മുട്ടക്കറിയാന്നല്ലോ എന്നോട് ഇപ്പൊ പറഞ്ഞേ. ഉച്ചക്ക് മീൻകറിയും ചോറും അല്ലേ? മീൻ വറുത്ത ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ? അപ്പം മുട്ടക്കറിയും. ചേച്ചി അമ്മ
തീർന്നു ഇന്നത്തെ കോട്ട രാവിലെ എന്താ ഉണ്ടാക്കി? അപ്പം മുട്ടക്കറി. അല്ല പിന്നെ അച്ഛൻ പോയോ? ആ അച്ഛൻ പോയി. ഇവരെന്താ വെച്ചത്? സ്കൂളിൽ പോയോ? അവൻ സ്കൂളിൽ പോയി. അവന്റെ പേരെന്താ? അവന്റെ പേരെന്നാ? നീയല്ലേ രാമൻ എന്ന് വിളിക്കുന്നത്? ബാ. പേരെന്താ? ജെറി. ജെറിന്റെ ചെറുചേട്ടൻ്റെ. ബാ. ആ അവളുണ്ട്. മനസ്സിലായോ? ഇനി പോകാവോ? നേരെ വീട്ടിലോട്ടാണ്. തീർന്നു ഇന്നത്തെ കോട്ട കഴിഞ്ഞു. പോ. ജെറിൻ ചേട്ടായുടെ അമ്മ എവിടാ? മിനിയമ്മ. നമ്മുടെ പട്ടി എന്തിനാ കുറയ്ക്കുന്നത്? ഇത് കാര്യത്തിന് നമ്മുടെ പട്ടി സിംബ. നമ്മളെ പട്ടി എന്തിനാണ് കുറയ്ക്കുന്നേ? എന്തിനാണ് കുറയ്ക്കുന്നേ? റോഡ്, കുന്ന്, ശാമ്പവിയുടെ വീട്. ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല. ഉപ്പുമാവ് ഇല്ലായിരുന്നു, പൊടിയില്ലായിരുന്നു, റവ ഇല്ലായിരുന്നു. റവ ഒന്ന് പോ, മടുത്ത് പോ. ഇങ്ങനെ പൊന്നു കുഞ്ഞെന്ന് കേറ് പതിയെ. ഞാൻ പറഞ്ഞാൽ മതിയോ? ഈ വടി പറഞ്ഞാൽ മതിയോ? ഇത്ര നേരം ഷോയ്ക്ക് കൊണ്ടുപോകുന്ന സാധനമാണിത്. പ്രയോഗിക്കരുത്. ഒന്ന് കേറിക്കേ കുഞ്ഞേ. എനിക്ക് അമ്മ വരട്ടടാ. കോഴി പോകുന്നുണ്ടോ? വന്ന പോക്കുണ്ടോ? കറങ്ങ. ഡാ ശാമ്പവിയെ കണ്ടാണോ നീ കുറയ്ക്കുന്നേ? താഴെ പട്ടി വരച്ചപ്പോഴാണ് ചേച്ചി ഇവിടെ പാലെടുത്തത്. ഉണ്ടെന്ന് എത്ര തവണ പറഞ്ഞു? അങ്ങനെയാണോ അത് ഊരുന്നേ? അങ്ങനെയാണോ ഊരുന്നേ? ചെരുപ്പ് ഊരാനൊക്കെ ഒന്ന് പഠിച്ചേ. ആ അങ്ങനെ വരും. അപ്പുറത്ത് 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 ഇതാ അപ്പുറത്താടാ കയ്യല്. ഇപ്പുറത്താ മതി. ഓ അത് ഇതിലെ കൂടെ കൈയിട്. ഇതാ പൊന്നു ഭഗവാനേ. ഇതെങ്ങനല്ലടാ. പകുതി ആശ്വാസം. ആ ഉടുപ്പൊക്കെ ഞാൻ ഒരു തെങ്ങ കയറും. അവിടെ ഇരിക്കണം. നീ വന്നേ. അത്ര നേരം മതി. പോലെ ഇതാണ് ആനക്കല്ലിലെ ഫേമസ് ആയിട്ടുള്ള സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ അല്ലേ? അത് കയറി ഉടനെ മുട്ടിയിരിക്കായിരുന്നു ടി വി കാണാൻ. ആ ഒളിയത്തി പാട്ട് കേട്ടാ മതി. ഇത് സന്ധ്യ വിളക്കെത്തിക്കാറായി. അതുകൊണ്ടാ കേട്ടോ. അത്ര വെച്ചാൽ മതി. സന്ധ്യയായി. എടി നാരായണി ഞാനുണ്ടല്ലോടി. നീയും കണ്ടില്ലല്ലേ? 2 സൈസ് ചെരിപ്പിട്ടുണ്ടോ പോയെ? ഇതും. എന്നിട്ട് ഞാൻ പകുതി ആയപ്പോൾ ഉണ്ടായെന്നറിയോ? രാജാൻ്റെ ഇവിടെ കഴിഞ്ഞ സമയത്താണ് കണ്ടേ.
കലാമണ്ണൻ്റെ ഒക്കെ വീട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതവിടെ ഊരിയിട്ടിട്ട് ചെരുപ്പില്ലാതെ പോയി. കോൺക്രീറ്റ് റോഡാണല്ലോ, കുഴപ്പമില്ല. എന്നാലും എൻ്റെ ഒരു ബുദ്ധി ഇപ്പോൾ തക്കടൂൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചോണ്ട് പോയത്. ഓ ഞാൻ കണ്ടാന്ന് പറയടി അവളോട്. എക്സാം എളുപ്പമായിരുന്നോ? അല്ലേ? പാടായിരുന്നോ? ഭയങ്കര പാടായിരുന്നോ? തോറ്റുപോകും. എന്നാ ശനിയാഴ്ച, ഞായറാഴ്ച, ഫുട്ബോൾ ഉള്ളത് കൊണ്ട് തിങ്കളാഴ്ച, ഈ 3 ദിവസം അവധി ഉണ്ടായിട്ടാണ് പോയത്. ഫോണെടുത്ത് മാറ്റി വെക്കട്ടെ. അമ്മ കുഴപ്പമില്ല, ഞാൻ ചുമ്മാ അറിഞ്ഞാ. ഭയങ്കര ചിലവാണ് മാർഗം ഉണ്ടാവും. ആ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാത്ത. മീരാ 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 കയറി നോക്കാം, തിരക്കാണെങ്കിൽ വിട്ടു പോരാ. കളി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇന്നും ഇവിടെ ഉണ്ട് ഇപ്പം. എന്നാ ഇവിടെയാണ് ഇപ്പൊ ജോലി? അല്ല, ഇവിടെ വന്ന് ഇറങ്ങുന്നതാ. മറ്റേ എന്നിട്ട് ആനക്കല്ലിന്ന് എന്നിട്ട് മറ്റേ ബസ്സിന് കയറി പോവും. എന്നാ എന്നെ കൊണ്ടുവിടാ വീട്ടിൽ? അതിനാ ഡ്യൂട്ടിയുണ്ട്. റൂട്ടിൽ കിടക്കാണ് ഇവിടെ കൊണ്ടുവിടാൻ വന്നേ. ഇവിടെ കൊണ്ട് തിരിച്ചു പോകാൻ. നീ ഇവിടെ കൊണ്ടുവിടാൻ വേണ്ടി വരുന്നതാണോ എന്നും? അതൊന്നും നടക്കില്ല കേട്ടോ, ഇത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. അത് യൂണിഫോമില്. ആരോട് കംപ്ലൈന്റ് ചെയ്യാനാ? ഞാൻ എന്നോട് തന്നെ, അല്ലാതെ ആരോട്. വിശേഷം എന്നാണ്ട് കാണാനില്ലല്ലോ, കയ്യിലൊക്കെ നീ ഗ്രീസ് വെക്കുവല്ലേ. എൻ്റെ കൈ കാണിച്ചാൽ നല്ല രസം. ക്യാമറ കാണിച്ച് നീ ക്യാമറ കാണിച്ച്. ഞാൻ വീഡിയോ മെനക്കെട്ടെ. ഇന്ന് രാവിലെ ബസ്സിൽ നിന്ന് എൻ്റെ കൈ ഇങ്ങനെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇവിടെ പിടിച്ചാ നോക്കുമ്പോൾ കയ്യെ നിറച്ചത്. കുഴപ്പമുണ്ട്, കാണിക്കാം. ഉണ്ടോ ഇങ്ങോട്ട് തിരിച്ച് എന്നാ സുന്ദരിയല്ലേ ഇവിടെ? നേരിട്ട് കാണുമ്പോൾ ഇത്ര ഇല്ലല്ലോ. രാവിലെ ഭാര്യയും ഭർത്താവും വന്ന് വീഡിയോ പിടിക്കും. ഇങ്ങോട്ട് തിരിച്ചേ. ഓപ്പോസിറ്റ് തിരിച്ചേ. ഇങ്ങോട്ട് തിരിച്ചേ. ഇല്ലേ ക്യാമറ? ഇതാണോ റിലേഷൻ? പച്ച അല്ലേ? ക്യാമറ മാറുന്നുണ്ടോ? ആ ക്യാമറ മാറുന്നുണ്ട്. സംഗതി ഉണ്ടാകുന്നു, മാറുന്നുണ്ട്. അതാ സെൽഫി മോഡ് ഇത് മാറുന്നു. ഈ ശരി വരാം. ടാറ്റ ടാറ്റ. അടുത്ത ഒരാളെ കാണാം. എന്നാ ഓ ഇല്ല, ഇപ്പൊ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ. എന്നാണ്ട് ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? ആ ജിമ്മി വന്നാണോ? പാർത്തോട് ഓഫീസ് ഉണ്ടായിരുന്നു ടിന്റുവിന് ജോലി സ്റ്റുഡിയോ പഴയത്. ആ ഇപ്പൊ നിർത്തി. ആ
ഡോറൊക്കെ നമ്മൾ ഈ വെളിപ്പരിപാടി ഉള്ളതുകൊണ്ട് നിൽക്കാൻ തുറക്കാൻ പറ്റുന്നില്ല. നല്ല ഒരാളെ വെക്കണം, മോലാകത്തുമില്ല. വീഡിയോ പർപ്പസേ ഉള്ളൂ. വീഡിയോ പർപ്പസേ ഉള്ളൂ. വീഡിയോയെ കൊള്ളത്തുള്ളൂ. ഫോട്ടോ അത്ര വലിയ അങ്ങനെ നോക്കിയിട്ടില്ല. വലിയ ശരി കൊള്ളാം. നമ്മൾ വെള്ളം കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലോ. സവാള വാസികൾ കമ്മൂട് Sorry, I can't do that when downtime is on. നേരത്തെ പോവാണെങ്കിൽ ഇവിടെ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇവിടെ താമസിച്ച് വരാൻ വേണ്ടി നേരത്തെ വന്നു. നാളെ 8 മണിയാകുമ്പോഴാണ്.